സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്ന് ഞാൻ കൊണ്ടുവരുന്ന വീഡിയോ വിവാഹം കഴിഞ്ഞവർക്കുള്ള അല്ലെങ്കിൽ പ്രായപൂർത്തിയായവർക്കുള്ളതാണ് എന്നർത്ഥം. വിവാഹം കഴിഞ്ഞവർക്കാണ് പ്രധാനമായിട്ടും ഇന്നത്തെ വീഡിയോ. മറ്റുള്ളവർ കാണണ്ട എന്നല്ല, അവർ ജീവിതത്തിൽ പകർത്തേണ്ടുന്ന ഒരു കാര്യമാണ്. എന്തെന്നാൽ നമ്മൾക്കറിയാം, വിവാഹം കഴിഞ്ഞവർ ഏറ്റവും സന്തോഷപൂർവം സ്വീകരിക്കുന്ന ഒരു ചടങ്ങാണ് മൈഥുനം എന്ന് പറയുന്നത്. മൈഥുനം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും പിടികിട്ടില്ല അല്ലേ? ടെൻഷൻ അടിക്കണ്ട. സ്ത്രീ പുരുഷന്മാരുടെ ശാരീരികമായിട്ടുള്ള ബന്ധം, ലൈംഗിക ബന്ധം, അതാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ. അപ്പോൾ അത് ചെയ്യുന്ന അവസരത്തിൽ ഏതൊക്കെ ദിവസം ചെയ്യണം, ഏതൊക്കെ ദിവസം ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മുടെ ആചാര്യന്മാർ മഹാഭാരതവും ഭാഗവതവും 18 പുരാണവും 18 ഉപപുരാണവും ഇതിഹാസങ്ങളും വേദങ്ങളും ഉപനിഷത്തും ഒക്കെ നമുക്ക് വേണ്ടി തരുന്ന സമയത്ത് അതേ ആചാര്യന്മാർ തന്നെയാണ് നമുക്ക് തന്നത് കാമശാസ്ത്രവും. എന്ന് വെച്ചാൽ അതൊരിക്കലും മോശമായിട്ടുള്ളതല്ല, അതും ആസ്വദിക്കേണ്ടത് തന്നെയാണ്. ആസ്വദിക്കേണ്ട കാര്യം അത് കൃത്യമായിട്ട് ഏതൊക്കെ വിധത്തിൽ ചെയ്യണം, എങ്ങനെ ചെയ്യാൻ പാടില്ല, ഏത് ദിവസം ചെയ്യണം, ഏതൊക്കെ ദിവസം ചെയ്യാൻ പാടില്ല എന്ന് വളരെ കൃത്യമായിട്ട് ആചാര്യന്മാർ പറയുന്നുണ്ട്. എന്തിനാ അങ്ങനെ പറയുന്നറിയോ? അങ്ങനെ അല്ലാതെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ അല്ലാത്ത നിഷിദ്ധമായ സമയങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളിൽ അംഗവൈകല്യമുണ്ടാകും. വളരെ ബുദ്ധിമുട്ടാണ്. തീർന്നില്ല, മാനസികമായി വളർച്ചയെത്താത്ത മന്ദബുദ്ധികളായ ആൾക്കാരുണ്ടാകും. ശാരീരികമായി മറ്റു പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുള്ളവരായിത്തീരും. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? ഇത് കേൾക്കണമെന്നില്ല. അല്ല, എൻ്റെ കുട്ടികൾ രത്നമണികൾ പോലെ ശോഭിതമായി നല്ല ബുദ്ധിയുള്ള, നല്ല കഴിവുള്ള, അംഗവൈകല്യമില്ലാത്ത ശ്രേഷ്ഠന്മാരാകണമെന്ന് ആഗ്രഹമുണ്ടോ? കൃത്യമായിട്ട് ഇത് കേൾക്കുക. ഇതിന് ശേഷം നിങ്ങൾ അത് ജീവിതത്തിൽ നടപ്പാക്കുക. കാരണം ഈ മൈഥുനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന സംഗമം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഇഷ്ടിയാണ്. ഇഷ്ടി എന്ന് പറഞ്ഞാൽ യാഗമാണ്, ഒരു യജ്ഞമാണത്. ആ യജ്ഞം ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ അതിൻ്റെതായ രീതിയിൽ തയ്യാറെടുപ്പ് നടത്തണം. ഇല്ലാതെ തയ്യാറെടുപ്പ് ചെയ്യാൻ പാടില്ല. അല്ലാതെ നമ്മൾ ഈ കാര്യത്തിൽ ഇടപെടരുത് നടത്താം. അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളും പറയാം. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ. ഇല്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് എപ്പോഴും വേണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ എഴുതിയെടുക്കാം എന്നർത്ഥം. എന്താണ് ഒന്നാമത്തെ കാര്യം? പ്രധാനമായും നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ സംക്രമ ദിവസങ്ങൾ ഉണ്ടാവും. സംക്രമം എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൻ്റെ 1-ാമത്തെ ദിവസം വരുന്നു. ഇത് മലയാള മാസമാണേ. 1-ാമത്തെ ദിവസം 1-ാം തീയതി. ആ 1-ാം തീയതിയുടെ തൊട്ട് പുറകിൽ നിന്നുണ്ടാവുക കഴിഞ്ഞ മാസത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഡേറ്റ് അല്ലേ? അപ്പോൾ ആ ദിവസത്തിനാണ് സംക്രമം എന്ന് പറയുന്നത്. വെച്ചാൽ മാറ്റം എന്നാണ് സംക്രമത്തിൻ്റെ യഥാർത്ഥത്തിൽ അർത്ഥം. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറ്റം വരുത്തുന്നു എന്നർത്ഥം. അങ്ങനെ ആ 1-ാം തീയതി വരുന്ന അല്ലെങ്കിൽ സംക്രമ ദിവസം വരുന്ന ആ ദിവസങ്ങളിലും പുണ്യ ദിവസങ്ങളിലും ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടരുത്. പുണ്യ ദിവസം എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല, ശ്രീകൃഷ്ണ ജയന്തിയുണ്ട്, ശിവരാത്രിയുണ്ട്, അതുപോലെ നവരാത്രിയുണ്ട്. ഇങ്ങനെയുള്ള പുണ്യ ദിവസങ്ങളിലൊന്നും തന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടരുത്. സംക്രമാദി ദിവസങ്ങളിലും ഏർപ്പെടരുത്. വ്രതാനുഷ്ഠാന കാലത്തും ഈ സമയത്ത് നമ്മൾ ബന്ധങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. വ്രതാനുഷ്ഠാന കാലത്തും എന്നർത്ഥം. തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട്. എന്നുവെച്ചാൽ ശ്രാദ്ധ ദിനം ഉണ്ടാവും. ആരുടെയെങ്കിലും നമ്മൾ ശ്രാദ്ധം ആചരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറായി എടുത്ത് നിന്നു. അങ്ങനെ ആ ശ്രാദ്ധം ആചരിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ചെയ്യരുത്. തീർന്നില്ല, നമ്മളുടെ ജന്മനക്ഷത്രത്തിൻ്റെ അന്ന് ചെയ്യാൻ പാടില്ല. പുലവാലായ്മ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പുലവാലായ്മ ആയിരിക്കണം. അതിന് പുലയും വാലായ്മയും എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഈ വീഡിയോയുടെ തൊട്ട് താഴെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ കാണാൻ കഴിയും. എൻ്റെ തന്നെ ഒരു വീഡിയോ ഉണ്ട്, എന്താണ് ജനിച്ച പുല അല്ലെങ്കിൽ വാലായ്മ.
എന്നുള്ളൊരു വീഡിയോ ഉണ്ട്. അതാണ് വാലായ്മ. അത് ആരാണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞിട്ട് എല്ലാവർക്കൊന്നും വാലായ്മ ബാധിക്കില്ല. അത് ആരെയാണ് ബാധിക്കുക എന്നുള്ളത് ആ വീഡിയോ കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ കുറച്ചുകൂടി താഴോട്ട് പോയി കഴിഞ്ഞാൽ മരിച്ച പോലെ ആചരിക്കേണ്ടത് ആരൊക്കെയെന്നുണ്ട്. അതും കൂടി കേൾക്കുകയാണെങ്കിൽ ആ പോലെ ആചരിക്കേണ്ടത് ആരൊക്കെയാണ് എന്നുള്ളതും കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് പോലെ വാലായ്മയുള്ള ആൾക്കാർ ഈ മൈഥുനത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്നാണ് പറയുന്നത്. തീർന്നിട്ടില്ല. പിന്നെന്ത് വേണം? ഇത് കൂടാതെ ചൊവ്വാഴ്ച ദിവസവും അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസവും ഒരു കാരണവശാലും ബന്ധപ്പെടരുത്. കൃത്യമായി പറയുന്നുണ്ട്. ചൊവ്വയും ശനിയും, ബാക്കിയുണ്ട് ദിവസം ഇഷ്ടം പോലെ. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഈ ദിവസം നമ്മൾ ബന്ധപ്പെടാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇത് കൂടാതെ പ്രതിപദം, ഏകാദശി, ചതുർദശി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, പൗർണമി, അമാവാസി, ഈ ദിവസങ്ങളും പൂർണ്ണമായിട്ട് നമ്മൾ ഈ കാര്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. ഇനി ഇതിനേക്കാളും അതിഗംഭീരമായിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട്. അതും കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. എന്താണെന്നറിയാം, ഒരു കാരണവശാലും ഏറ്റവും കൂടുതൽ വൈകല്യം ഉണ്ടാകുന്നത് ഇത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണെന്ന്. ഇതെല്ലാം ഇതിൽ വരുന്ന കാര്യമാണ്. അതിലെന്താണെന്ന് വെച്ചാൽ സ്ത്രീ ആർത്തവമായി അല്ലെങ്കിൽ മെൻസസ് ആയിട്ട് നിൽക്കുന്ന ആദ്യത്തെ 5 ദിവസം പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. എന്ന് വെച്ചാൽ അവരുടെ ആർത്തവ രക്തം വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു കാരണവശാലും ബന്ധപ്പെടരുത്. അതിനുശേഷം ചില ആൾക്കാർക്ക് 3 ദിവസം ഉണ്ടാവും, ചില ആൾക്കാർക്ക് 5 ദിവസം ഉണ്ടാവും, ചില ആൾക്ക് 4 ഉണ്ടാവും, 7 ഉണ്ടാവും, 10 ഉണ്ടാവും, 12 ഉണ്ടാവും. അത് ഓരോ ആൾക്കാരുടെ ശാരീരികമായിട്ടുള്ള പ്രക്രിയയാണ്. അത് നമുക്ക് പറയാൻ പറ്റില്ല കൃത്യമാണെന്ന്. എന്നാൽ ആ സമയത്ത് ഒരു കാരണവശാലും ബന്ധപ്പെടാൻ പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള സമയത്ത് ഇതായി കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് ഓരോന്നിനും ഓരോ തരത്തിലുള്ള ദോഷം ഉണ്ടാവുക. ചില പുണ്യ ദിവസങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവ കുട്ടികൾ മുൻകോപികളായി തീരുമെന്നാണ് പറയുന്നത്. പെട്ടെന്ന് മുൻകോപാവും. ആ ദേഷ്യത്തിൻ്റെ പേരിൽ അച്ഛനാണെന്നോ അമ്മയാണെന്നോ സഹോദരങ്ങളോ നോക്കില്ല. ചിലപ്പോൾ എന്താ വായിട്ടൊന്ന് വിളിച്ച് പറയും, ചിലപ്പം കൊല വരെ നടന്നേക്കാം. ഇത് ഈ ഒരു കാരണം കൊണ്ടാണ്. എല്ലാത്തിനും ഓരോ കാരണമുണ്ട്. ആ കാരണം നമ്മൾ ചിന്തിക്കണം. അതുപോലെ തന്നെ ശോകമൂകരായിട്ടിരിക്കും ചില ആൾക്കാർ. എപ്പോഴും ആരോടും മിണ്ടാതെ, ആരായിട്ട് വലിയ അടുപ്പിലത് വിഷാദ രോഗം ബാധിച്ചതുപോലെ നിൽക്കും. അഷ്ടമിയും പൗർണിമിയും ഒക്കെ ഉള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള അമാവാസി കാലങ്ങളിലൊക്കെ ഇതായി കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും ഒരു ശോകമുഖരായിരിക്കും, ഒരു സന്തോഷമില്ലായ്മ എപ്പോഴും. ഇവർ ചിലപ്പോൾ ആത്മഹത്യ വരെ ചെയ്തേക്കാം. അങ്ങനെ ഓരോന്നിനും ഓരോ പ്രത്യേകതയുണ്ട്. അതൊക്കെ ഞാൻ വിവരിക്കാൻ നിൽക്കുന്നില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കുക, ഇത്തരം ദിവസങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും ഉപയോഗിക്കരുത്. അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള മൈഥുനത്തിൽ നമ്മൾ ഏർപ്പെടാൻ പാടില്ല. മറ്റുള്ള അവസരങ്ങളിലും ഏർപ്പെടുന്ന സമയത്ത് പ്രത്യേകം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്ത്രീയുടെ പൂർണ്ണമായിട്ടുള്ള സന്തോഷം, പുരുഷൻ്റെ പൂർണ്ണമായിട്ടുള്ള സന്തോഷം, രണ്ടുപേർക്കും സന്തോഷമുള്ള സമയത്ത് മൈഥുനത്തിൽ ഏർപ്പെടുന്നതാണ് ഉത്തമം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറയുന്നതാണ്, ഒരു യാഗമാണ്, യജ്ഞമാണ്. ഒരു കുട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് ചെയ്യുകയാണ് ആദ്യത്തെ സംഗമം എന്ന് പറയുന്നത്. അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ, അല്ലെങ്കിൽ അത് ഏത് വിധത്തിലാണ്, ഏത് മുഹൂർത്തമാണ്, അതിന് ശാന്തി മുഹൂർത്തം എന്നിട്ടൊരു മുഹൂർത്തം വരെയുണ്ട്. അപ്പോൾ അതിന് കുട്ടികൾ ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന മൈഥുനത്തിൽ കൃത്യമായൊരു മുഹൂർത്തമുണ്ട്. ആ മുഹൂർത്തം നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ സമയത്ത് മാത്രമേ ആ വിവാഹം കഴിഞ്ഞ വധുവരന്മാർ ബന്ധപ്പെടാൻ പാടുള്ളൂ. അങ്ങനെ ബന്ധപ്പെടുന്ന സമയത്ത് ആദ്യത്തെ കൺമണി ഏറ്റവും ശ്രേഷ്ഠനായിത്തീരും, ശ്രേഷ്ഠയായിത്തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ അതിനൊരു മുഹൂർത്തം ഗണിച്ച് വാങ്ങി, ശാന്തി മുഹൂർത്തം എന്നാണ് പണ്ട് കാര്യങ്ങൾ പറയുക. അത് നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോഴാരും അത് മൈൻഡ് ചെയ്യാത്തത് കൊണ്ടാണ് അവരുടെയൊക്കെ ഒരുവിധം, നമുക്ക് ആണായാലും പെണ്ണായാലും ഇപ്പോൾ 2 മക്കളേ ഉള്ളൂ. ഈ കുട്ടികൾ രണ്ടും താന്തോന്നിയായി വൃത്തികെട്ടവന്മാരായി കഴിഞ്ഞാൽ പിന്നെ ആരായുള്ളൊരു തുണ? പണ്ട് 10-12 മക്കളുണ്ടാവാറുണ്ട്. അപ്പോൾ ആ 2 ഉള്ളതെങ്കിലും അത് രണ്ടും ഈശ്വര തുല്യമായ മക്കളാവണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നാളെ ഇവരെ കൊണ്ടായിരിക്കും നമുക്ക് ജീവിതകാലം മുഴുവൻ ദുഃഖമുണ്ടാവുക എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കുക. ഏതായാലും മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.